ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 1 ആംഗിൾസ് പാർട്ട് 2 പേജ് നമ്പർ 17ലെ കുറച്ച് പ്രോബ്ലംസാണ് ഇന്ന് ചെയ്യുന്നത്. ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ കാൽക്കുലേറ്റ് വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ സർക്കിൾസ് ആർ ദി യെല്ലോ ആൻഡ് ഗ്രീൻ പാർട്സ്. താഴെ ഒരു 6 പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഗ്രീൻ പാർട്ടും യെല്ലോ പാർട്ടും തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രാക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് പാർട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം. ഒന്നാമത്തത് നമുക്ക് ആ പിക്ചറിൽ എത്രയാണ് 20 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ യെല്ലോ പാർട്ടാണ് 20 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെല്ലോ പാർട്ട് ഈക്വൽ 20 ഡിവൈഡഡ് ബൈ ഒരു സർക്കിളിൻ്റെ മൊത്തം എത്ര ഡിഗ്രിയാണ് ഒരു സർക്കിൾ? 360 ഡിഗ്രി. അപ്പം നമുക്കതാണ് താഴെ എഴുതിയിട്ട് 360 ഡിഗ്രി. ഇനി നോക്കൂ, 20യുടെ ലാസ്റ്റ് ഒരു 0 ഉണ്ട്, 360യുടെ ലാസ്റ്റും ഒരു 0 ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 2 സീറോസും വെട്ടിപ്പോകും. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 36. ഇനി 2നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 36നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 2 ഈസ് 2. ഇനി 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? നിങ്ങൾക്ക് ഡിവിഷനൊക്കെ അറിയാമല്ലോ അല്ലേ. എന്നാലും ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 ഈസ് 2, ബാലൻസ് 1 16. അപ്പോൾ 8 2s are 16. ഇങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടത്, അറിയാമല്ലോ അല്ലേ. 18 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 18 ഇവിടെ എഴുതാം. അപ്പോൾ 1/18 ആണ് യെല്ലോ പാർട്ട്. ഇനി നമുക്ക് ഗ്രീൻ പാർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഗ്രീൻ പാർട്ട് ഈക്വൽ ടോട്ടൽ പാർട്ട് 18 ആണ്. അതിൽ 1 പാർട്ടാണ് എന്താ? 1/18 ആണ് എന്ത്? യെല്ലോ പാർട്ട്. അപ്പോൾ ഗ്രീൻ പാർട്ട് കാണാൻ ഈ 18ൽ നിന്നും ഈ 1 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 17 ഡിവൈഡഡ് ബൈ താഴെ ടോട്ടൽ പാർട്ട് എപ്പോഴും എഴുതണം, 18 താഴെ എഴുതണം. അപ്പോൾ യെല്ലോ പാർട്ട് 1/18, ഗ്രീൻ പാർട്ട് 17/18. 17 എങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ അല്ലേ. 18 1 മൈനസ് ചെയ്യുമ്പോൾ 17 ഡിവിഷൻ 18. താഴെ എപ്പോഴും ടോട്ടൽ പാർട്ട് എഴുതണം. ഓക്കെ. അടുത്ത പ്രോബ്ലം 24 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് വൺ, യെല്ലോ പാർട്ട് ഈക്വൽ 24 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ് ഒരു സർക്കിളിൻ്റെ ഡിഗ്രി? 360 ഡിഗ്രി. അതെപ്പോഴും എഴുതണം. ഈക്വൽ ഈ 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും? 12 എന്ന് കിട്ടും അല്ലേ. 24നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 ഈസ് 2 4 12 എന്നാണ് കിട്ടിയത്. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 360നെ നമുക്ക് ഇതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഈ 0 മുകളിൽ എഴുതാം. അപ്പോൾ 180 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 180. ഇത് വീണ്ടും നമുക്ക് 12നെയും 180നെയും വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 12നെ നമുക്ക് ഈസി ആയിട്ട് 2ൻ്റെ ടേബിൾ പറഞ്ഞാൽ മതി. 6 2s are 12. ഇനി അടുത്തത് 180യെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 എന്ന് കിട്ടും. ഈക്വൽ വീണ്ടും ഇതിനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 2s are 6. 90യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 എന്ന് കിട്ടും. ഇനി വീണ്ടും ഇതിനെ ചെറുതാക്കാം. 3യുടെ ടേബിളിൽ 1 3 is 3. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15. അപ്പോൾ എത്രയാണ് യെല്ലോ പാർട്ട്? 1/15. ഇനി ഗ്രീൻ പാർട്ട് ഈക്വൽ 1/15 ആണ് യെല്ലോ പാർട്ട്. അപ്പോൾ
അപ്പോൾ ടോട്ടൽ എത്രയാണ് 15. 15ൽ നിന്നും ഈ യെല്ലോ പാർട്ടിനെ മൈനസ് ചെയ്താൽ മതി. 1ന് 15ൽ നിന്നും 1ന് മൈനസ് ചെയ്യുമ്പോൾ 14 ഡിവൈഡഡ് ബൈ താഴെ ടോട്ടൽ നമ്മൾ എപ്പോഴും എഴുതണം. ടോട്ടൽ പാർട്ട് 15. മനസ്സിലായോ? യെല്ലോ പാർട്ട് 1/15 നമ്മൾ 24 ഡിവൈഡഡ് ബൈ 360യെ വെട്ടി ചെയ്യുമ്പോൾ ലാസ്റ്റ് ചെറുതാക്കി എത്രയാണ് 1/15 എന്ന് കിട്ടും. ഇനി ഗ്രീൻ പാർട്ട് കാണാനായിട്ട് ഈ 15ൽ നിന്നും 1 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ താഴെ 15 എഴുതണം. അതാണ് ടോട്ടൽ പാർട്ട് രണ്ടിടത്തും എഴുതണം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പ്രോബ്ലം നോക്കാം. അതെത്രയാണ് 54 ഡിഗ്രി. അപ്പോൾ നമുക്ക് എഴുതാം യെല്ലോ പാർട്ട് ഈക്വൽ 54 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ് ഒരു സർക്കിളിൻ്റെ ഡിഗ്രി 360 അത് എഴുതുക ഈക്വൽ 54നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ എത്ര കിട്ടും? 27 ഡിവൈഡഡ് 360യെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180. വീണ്ടും ഈ 27നെയും 180 നമുക്ക് ചെറുതാക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 9 ടൈംസ് 9 3s are 27. അതുപോലെ 180യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടും ഈക്വൽ. വീണ്ടും 3 കൊണ്ട് നമുക്ക് 9നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അതുപോലെ 60യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20. ഇനി ഇത് രണ്ടും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ആൻസർ യെല്ലോ പാർട്ട് എത്രയാണ്? 3/20. അതുപോലെ ഗ്രീൻ പാർട്ട് ഈക്വൽ നമുക്ക് അറിയാലോ അല്ലേ? യെല്ലോ പാർട്ട് 3 ആണ്. അപ്പോൾ ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 17 ഡിവൈഡഡ് ബൈ താഴെ ടോട്ടൽ എഴുതണം. അപ്പോൾ 17/20. നെക്സ്റ്റ് പ്രോബ്ലം 80 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ യെല്ലോ പാർട്ട് ഈക്വൽ 80 ഡിവൈഡഡ് ബൈ 360. ഒരു സർക്കിളിൻ്റെ മൊത്തം ഡിഗ്രി എത്രയാണ്? 360. അതാണ് താഴെ എഴുതേണ്ടത്. അത് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇനി നോക്കൂ, 80യുടെ ലാസ്റ്റ് ഒരു 0 ഉണ്ട്, 360യുടെ ലാസ്റ്റും ഒരു 0 ഉണ്ട്, അത് വെട്ടിപ്പോകും. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 36. ഇനി എന്ത് ചെയ്യാം? ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18. ഇനി വീണ്ടും ഇത് 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. അപ്പോൾ 2/9. ഇനി ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാം. ഈക്വൽ അപ്പോൾ 2/9 ആണ്. ടോട്ടൽ 9 ആണ്, അതിൽ 2 യെല്ലോ പാർട്ടാണ്. അപ്പോൾ ഗ്രീൻ പാർട്ട് കാണാൻ 9ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 ഡിവൈഡഡ് ബൈ 9. ഈ 9 താഴെ രണ്ടിടത്ത് എഴുതണം. ഓക്കെ, അടുത്ത 5th വൺ യെല്ലോ പാർട്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 108 ഡിവൈഡഡ് ബൈ ടോട്ടൽ സർക്കിളിന് 360 ഡിഗ്രിയാണുള്ളത്. അതുപോലെ 108നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 54, 360യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 180. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിവിടെ പറയുന്നേ ഉള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിവിഷൻ അറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി, കാണിച്ചു തരാം. ഇനി 54നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 ഡിവൈഡഡ് ബൈ 180യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90. ഇനി വീണ്ടും ഇതിനെ ചെറുതാക്കാം. 3യുടെ ടേബിളിൽ 9 3s are 27. ഇത് 90യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30.
വീണ്ടും ചെറുതാക്കാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 30യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. അപ്പോൾ 3/10 ആണ് യെല്ലോ പാർട്ട്. ഇനി ഗ്രീൻ പാർട്ട് ഈക്വൽ ടോട്ടൽ 10 ആണല്ലേ, അതിൽ 3 ആണ് യെല്ലോ പാർട്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ പാർട്ട് എത്രയായിരിക്കും? 10ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 7 ഡിവൈഡഡ് ബൈ 10. അടുത്ത പ്രോബ്ലം സിക്സ്ത് പ്രോബ്ലം. യെല്ലോ പാർട്ട് എത്രയാണ് തന്നിട്ടുള്ളത്? യെല്ലോ പാർട്ട് 150 ഡിവൈഡഡ് ബൈ 360 ഈക്വൽ, നമുക്ക് 150യുടെ അറ്റത്തൊരു 0 ഉണ്ട്, 360യുടെ അറ്റത്തും ഒരു 0 ഉണ്ട്. അപ്പോൾ വെട്ടിപ്പോകുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 36. ഇനി 15നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 5. 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12. അപ്പോൾ 5/12 ആണ്. ഇനി നമുക്ക് അത് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇനി അടുത്തത് ഗ്രീൻ പാർട്ട് ഈക്വൽ, അപ്പോൾ ടോട്ടൽ 12 പാർട്ടാണുള്ളത്. അതിൽ യെല്ലോ പാർട്ട് 5 ആണ്. അപ്പോൾ 12ൽ നിന്നും 5 മൈനസ് ചെയ്യുമ്പോൾ 7 ഡിവൈഡഡ് ബൈ 12. ഇതാണ് ഗ്രീൻ പാർട്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്